നമസ്കാരം. വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള സർക്കാർ തീരുമാനം സംസ്ഥാനത്തെ മുസ്ലിം രാഷ്ട്രീയത്തെ മാറ്റുകയാണോ? ഈ ചോദ്യത്തിലാണ് ഇന്നത്തെ ചർച്ച. മുസ്ലിം രാഷ്ട്രീയം ആകെ മാറുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായി കാണുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാമുദായിക സ്വാധീനം കൂടെ ചേർന്നതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ കരുത്ത്. ഇപ്പോൾ പക്ഷേ ഇരു കൂട്ടർക്കുമിടയിൽ അസ്വാരസ്യം ശക്തമാകുന്നതായി നമ്മൾ കാണുന്നു. ലീഗ് ഇല്ലായിരുന്നെങ്കിൽ പ്രബോധനം നടത്താനുള്ള അവകാശം പോലും സമസ്തയ്ക്കുണ്ടാകുമായിരുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഈ അസ്വാരസ്യത്തെയാണ് വെളിവാക്കി തരുന്നത്. ജിഫ്രി തങ്ങളോടും സമസ്ത നേതൃത്വത്തോടും കർക്കശ നിലപാടെടുത്ത് ലീഗിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ലീഗിനോടുള്ള ആധമർണ്യം കുടഞ്ഞ് സ്വന്തം വഴിക്ക് പോകുന്നതിൽ സമസ്ത വിജയിക്കുമോ? ഇക്കാര്യങ്ങളിലാണ് ചർച്ച. സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം, INL നേതാവ് ശ്രീ NK അബ്ദുൽ അസീസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേരും കോഴിക്കോടാണ്. കോഴിക്കോട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ MP പ്രശാന്ത് കൂടെ, മാധ്യമപ്രവർത്തകൻ കൂടെയാണ് അദ്ദേഹം കൂടെയുണ്ട്. 3 പേരാണ് ചർച്ചയിലുള്ളത്. 3 അതിഥികളിലേക്കും വരാം. വിശദമായ ചർച്ചയിലേക്കും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഷാഫി ചാലിയം, ശ്രീ NK അബ്ദുൽ അസീസ്, ശ്രീ MP പ്രശാന്ത് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഷാഫി ചാലിയം, ലീഗ് ഇല്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് മതപ്രബോധന അവകാശം പോലും ലഭിക്കില്ലായിരുന്നു എന്ന മട്ടിൽ താങ്കൾ സംസാരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാകെ പരക്കുന്നതായിട്ട് കാണുന്നു. ഇത് വസ്തുതയാണോ താങ്കൾ പറഞ്ഞതൊന്ന്? രണ്ടാമത്തെ, അത് സമസ്തക്കെതിരായിട്ടുള്ളൊരു നിലപാടാണോ? എങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ലീഗിന് സമസ്ത നേതൃത്വത്തെ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നത്? അത് എൻ്റെ ഒരു പഴയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ ധാരാളം വന്നിരുന്നു. കൂടെ ഞാനും അത് ഷെയർ ചെയ്തിരുന്നത് യാഥാർത്ഥ്യമാണ്. അത് സമസ്ത എന്നൊരു സംഘടനയെ ലക്ഷ്യമിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും പറഞ്ഞതുമല്ല. 5 വർഷം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക എന്ന ഒരു പ്രദേശത്തെ ഒരു മുസ്ലിം ലീഗ് പഠന ക്ലാസ്സിൽ ഞാൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നും കട്ട് ചെയ്തെടുത്തൊരു ചെറിയ ഭാഗം മാത്രമാണ്. സ്വാഭാവികമായും ഇപ്പോൾ വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ മുസ്ലിം ലീഗ് സമുദായത്തിന് എന്ത് ചെയ്തു എന്ന് വ്യാപകമായ ചോദ്യങ്ങൾ മുസ്ലിം ലീഗിന്റെ ശത്രുപക്ഷത്തു നിന്നും ഉയർന്നു വന്നപ്പോൾ തീർച്ചയായും മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന് ചെയ്ത കാര്യങ്ങൾ സ്വാഭാവികമായും ഉണർത്തുക നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ കടമയാണ്. അതിന്റെ ഭാഗമായി ഏത് മുസ്ലിം സംഘടനകൾക്കും മതസ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യവും ഒക്കെ നൽകുന്നതിൽ, അതിനുവേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോരാടുന്നതിൽ, അത്തരമൊരു അവകാശം ഭരണഘടനയിൽ സ്ഥാപിച്ചെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് ഉണർത്തി എന്നതല്ലാതെ അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഘടനയെ ലക്ഷ്യമിട്ട് പറഞ്ഞതല്ല. എല്ലാ മതസംഘടനകൾക്കും, അത് മുസ്ലിം മതസംഘടനകൾക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ സംഘടനകൾക്കും ഹിന്ദു സംഘടനകൾക്കും പൊതുവെ എല്ലാ വിശ്വാസമുള്ള സംഘടനകൾക്ക് എല്ലാവർക്കും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ മതസ്വാതന്ത്ര്യം, ഇന്ത്യയിലെ എല്ലാ മതവിഭാഗത്തിലുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യവും അതോടൊപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള, പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച ഒരു പാർട്ടിയാണ് ലീഗ് എന്നത് ഒന്ന് ഉണർത്തിയത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന കടുത്ത മുസ്ലിം ലീഗ് സമുദായത്തിന് എന്ത് ചെയ്തു എന്ന പരിഹാസ്യ രൂപേണയുള്ള ചോദ്യം സഹികെട്ടൊരവസ്ഥ വന്നപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. അത് പ്രത്യേകമായി സമസ്തയോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഘടനയെ ലക്ഷ്യമിട്ടുള്ളതല്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ NK അബ്ദുൽ അസീസ്, ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സമസ്ത നേതൃത്വം ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് കൊണ്ട് ആ 5 വർഷം മുമ്പ് നടത്തിയൊരു പ്രസംഗം നമുക്ക് അതായിട്ട് തോന്നുമെന്നല്ലാതെ ലീഗ് ആ പറഞ്ഞതിൽ രാഷ്ട്രീയമായിട്ട് തള്ളിക്കളയാനുള്ള കാര്യങ്ങളുണ്ടോ? രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനം കൂടെ ഇടപെട്ട് കാലാകാലങ്ങൾ ഇടപെടുന്നത് കൊണ്ടല്ലേ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസാവകാശങ്ങളടക്കം നിലനിൽക്കുന്നത്? ആ അർത്ഥത്തിൽ ഇതിപ്പോൾ ഷാഫി ചാലിയം സംസാരിച്ചത് എന്നല്ല, മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അങ്ങനെ തോന്നുന്നതിൽ പിശകുണ്ടോ? ഇവിടെ ഷാഫി സൂചിപ്പിച്ചല്ലോ, 5 വർഷം മുമ്പ് ബദിയടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ കട്ടിംഗ് ആണ് പോസ്റ്റ് ചെയ്തത്. അത് പോസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഷാഫിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗും
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പണ്ഡിതരായ നേതൃത്വവും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷാഫി തന്നെ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമസ്തയ്ക്കും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുമുള്ള വലിയ മുന്നറിയിപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് 1948-ലാണ്. 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 25 മുതൽ 48 വരെയുള്ള 23 വർഷക്കാലം മുസ്ലിം ലീഗിന്റെ സഹായം ഇല്ലാത്തതുകൊണ്ട്, അന്ന് സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, മലബാറിൽ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല, അവർക്ക് പാകിസ്ഥാൻ വാദമായിരുന്നു മുഖ്യ അജണ്ടയായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും മലബാറിലെയും മുസ്ലിം സമുദായം അതിനെ വലിയ കക്ഷിയായി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സമസ്തയ്ക്ക് അത്തരത്തിലുള്ള ഒരു സൗകര്യമോ സൗജന്യമോ അതിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടില്ല. എന്നിട്ടും സമസ്ത അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. സമസ്തക്ക് യാതൊരു പ്രതിബന്ധവും വന്നിട്ടില്ല. മാത്രമല്ല, മുസ്ലിം ലീഗുമായി അഭിപ്രായ ഭിന്നതയുണ്ടായപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സീനിയർ നേതാവായിരുന്ന ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഉള്ളാൾ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിട്ടു പോവുകയും അവർ വലിയ ഒരു പ്രസ്ഥാനമായി നിലവിലുള്ള സമസ്തയുടെ ഏതാണ് വലുത് എന്ന് ചോദിക്കേണ്ടി വരുന്ന വിധം വലിയ ഒരു പ്രസ്ഥാനമായി മാറുകയും കേരളത്തിൽ നിലവിൽ സമസ്തയ്ക്ക് ഉള്ളതിനേക്കാൾ ധാരാളക്കണക്കിന് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒരു മതപ്രസ്ഥാനവുമായി രൂപപ്പെട്ടു വരികയും ചെയ്തു. അവർക്ക് ഒരു കാരണവശാലും മുസ്ലിം ലീഗിന്റെ സഹായം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കൊണ്ടും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ കൊണ്ടും ഗൗരവതരമായ ഉപദ്രവങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവർ. എന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ സഹായം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ലീഗിന്റെ സഹായം ഇല്ലെങ്കിൽ പോലും ഒരു കാരണവശാലും സമസ്തക്ക് ഒരു പ്രതിസന്ധിയും വരാൻ പോകുന്നില്ല. കേരളത്തിലെ ഒരു ന്യൂനപക്ഷ മതപ്രസ്ഥാനത്തിനും ഒരു പ്രതിബന്ധവും വരാൻ പോകുന്നില്ല എന്നതിന്റെ ഉത്തമമായ ഉദാഹരണവും തെളിവുമായി ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഷാഫി ചാലിയവും PMA സലാമും ഉൾപ്പെടെയുള്ളവരാണ് സമസ്തക്കെതിരായും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ആളുകൾ നേരത്തെ തന്നെ മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളവരാണ്. അതെനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവർ രണ്ടുപേരും ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതാക്കളും ഭാരവാഹികളുമായിരുന്നു. അന്ന് മുസ്ലിം ലീഗിന് പുറത്തിരുന്നു കൊണ്ട് വലിയ തോതിൽ മുസ്ലിം ലീഗിനെ വിമർശിക്കുകയും മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. തുടർന്നവർ ലീഗിനകത്തേക്ക് കയറി ഇപ്പൊ ലീഗിനകത്തുള്ള ഭൂരിപക്ഷം വരുന്ന സുന്നികളെ അവഹേളിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടും ലീഗുമായി അകറ്റുന്നതിനുള്ള ശ്രമം കൂടി നടത്തുകയാണ് എന്ന് പൊതുസമൂഹം വിവക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതുപോലുള്ള സ്വതന്ത്ര മതസംഘടനകൾക്കോ ഒരു പ്രതിബന്ധവും ലീഗിന് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MP പ്രശാന്ത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജിഫ്രി തങ്ങളോടും സമസ്ത നേതൃത്വത്തോടുമാകെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു അസ്വസ്ഥത അത് ശ്രീ ഷാഫി ചാലിയം പോലുള്ള ചില ആളുകളുടേത് മാത്രമാണോ? ശ്രീ NK അബ്ദുൽ അസീസ് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അത് അങ്ങനെയാണോ? അല്ലെങ്കിൽ ലീഗിനാകപ്പാടെ തന്നെയും സമസ്ത നേരത്തെ വഴങ്ങി നിന്നിടത്തുനിന്നൊരൽപ്പം മാറിപ്പോവുകയാണ് എന്നൊരു തോന്നലുണ്ടോ? ലീഗിൻ്റെ ആകപ്പാടുള്ളൊരു വികാരം അതുമായി ബന്ധപ്പെട്ടതാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം, അല്ലെങ്കിൽ അതിനിടെ കുറച്ച് മുമ്പേ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, അത് എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇന്ന് ലീഗും സമസ്തയും തമ്മിൽ എത്തി നിൽക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ വേരുകൾ നമുക്ക് മനസ്സിലാകുന്നത്. സമസ്ത ഒരു മതസംഘടനയും ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നിലനിൽക്കുകയും സമസ്ത ഈ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭൂതകാലം സമസ്തക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ ബോധമുള്ള ഒരു നേതൃത്വം സമസ്തക്കുണ്ടാവുകയും
അതായത് മുസ്ലിം ലീഗ് ഇടപെടലില്ലാതെ, മുസ്ലിം ലീഗിന്റെ മാധ്യസ്ഥമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും ചെന്ന് കാണാനും അവരിൽ നിന്ന് കിട്ടേണ്ടത് അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനും ലീഗിന്റെ മാധ്യസ്ഥമില്ലാതെ സമസ്തക്ക് ചെയ്യാൻ പറ്റും എന്ന് തെളിയുന്നൊരിടത്താണ് ഈ ഇത്തരത്തിലുള്ള ഒരു അസൗകര്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥത ലീഗിൽ ഉണ്ടാവുന്നത്. പണ്ട് നമ്മൾക്കറിയാമായിരുന്നു, പണ്ട് സമസ്ത നേതാക്കന്മാരെ കൊണ്ട് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്നതും അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരാണ്. അവരിൽ നിന്ന് ചില എഷുറൻസ് ഒക്കെ കുഞ്ഞാലിക്കുട്ടി കിട്ടുന്നു, അങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. എന്നാൽ പുതിയൊരു തലമുറ സമസ്തയിൽ വരികയും അവൾ വളരെ കൃത്യമായി രാഷ്ട്രീയം എന്താണെന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെക്കാൾ കൂടുതൽ നന്നായി രാഷ്ട്രീയം പറയാൻ തുടങ്ങുമെന്നടുത്താണ് ഈ മധ്യസ്ഥത്തിൻ്റെ ആവശ്യമില്ല എന്നും, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇടപെടലല്ല, മറിച്ച് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടെന്നും എന്താണ് സമസ്തക്ക് അനുകൂലമായ രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടമായി എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു ലീഗിന്റെ ഈ അസ്വസ്ഥത ഉണ്ടാവുന്നത്. അപ്പോൾ ജിഫ്രി തങ്ങൾ ആ പ്രസംഗത്തിൽ, മെഞ്ഞാന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിക്കുകയാണ്. കാരണം സമസ്തയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന. ആ സംഘടനയ്ക്ക് ആണ് ചർച്ച ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉള്ളത്. വഖഫ് ബോർഡ് സംബന്ധിച്ചൊരു പ്രശ്നം മുസ്ലിം സമുദായത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ചർച്ച ചെയ്യേണ്ടത് സമസ്തയോടാണ്, സമസ്തയുടെ പ്രസിഡന്റിനെ വിളിച്ച് നേരിട്ടാണ് എന്ന് CPM-നും ഗവൺമെന്റിനും ബോധമുണ്ടായിരിക്കുകയും തങ്ങളോടാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് സമസ്ത പ്രസിഡന്റിന് തിരിച്ചറിവുണ്ടാകുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ളൊരു മാറ്റം, നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ലീഗ് സമസ്ത ബന്ധം മാറുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. കാരണം അങ്ങനെ ബന്ധം മാറുകയാണെങ്കിൽ ലീഗിനെ അത് വലിയ തോതിൽ ക്ഷീണിപ്പിക്കുകയില്ലേ? ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സമസ്തയുടെ ആകപ്പാടെയുള്ള ഒരു നിലപാടാണ് എന്ന് തന്നെയാണോ കാണേണ്ടത്? അല്ലെങ്കിൽ അതിനകത്ത് നേരത്തെ ഉള്ളതുപോലെ ലീഗ് അനുകൂലമായിട്ട് നിൽക്കുന്നൊരു വലിയ വിഭാഗം ഉണ്ടാവുകയില്ലേ ഇപ്പോഴും? ഇത് യഥാർത്ഥത്തിൽ സമസ്ത അങ്ങനെ ഈ ലീഗിന് വഴങ്ങിയുള്ള നിലപാടിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ ഇപ്പോൾ അധികാരമില്ല, അല്ലാത്ത തരത്തിലും ക്ഷീണിപ്പിക്കുന്നൊരു നിലയിലേക്ക് എത്തില്ലേ? അങ്ങനെ സംഭവിക്കുമോ? ലീഗുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുന്നു എന്ന രീതിയിലല്ല, മറിച്ച് സമസ്തയ്ക്ക് സ്വന്തമായൊരു അസ്തിത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഒരു മതസംഘടന എന്ന നിലയിൽ മതത്തെ സംരക്ഷിക്കുക എന്നുള്ളത്, മതസ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സമസ്തയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വഖഫ് ബോർഡുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ സമസ്ത പറഞ്ഞു, ഞങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് ചില ആശങ്കകളുണ്ട്, ആ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ അവർ സമരപരിപാടികളായിട്ടൊക്കെ പോകുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു ദിവസം ഒരു കോർഡിനേഷൻ കമ്മിറ്റി കൂടുകയും അത് പള്ളികളിൽ വെച്ച് അതിനെ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അതിനെ പ്രതിഷേധം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അവിടെയാണ് ഈ ഒരു രാഷ്ട്രീയമായ ഇടപെടലുകൾ, അതായത് വഖഫ് ബോർഡ് പ്രശ്നത്തിലല്ലാതെ തന്നെ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും പോലുള്ള സംഘടനകൾക്ക് CPM-ഉമായും LDF ഗവൺമെന്റുമായുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു. ആ പ്രശ്നങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇപ്പോൾ കാണുന്ന പ്രതിസന്ധി ഉണ്ടാവുന്നത്. ജിഫ്രി തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്കിതിൽ പ്രതിഷേധമുണ്ട്, ഞങ്ങൾ പ്രതിഷേധിക്കും. പക്ഷേ ഈ പ്രതിഷേധം എന്നുള്ളത് പള്ളിക്കകത്ത് വേണ്ട പ്രതിഷേധം എന്നുള്ളത് ഞങ്ങളിപ്പോൾ നടത്തുന്നില്ല. പള്ളി എന്നത് പവിത്രമായ സ്ഥലമാണ്, പവിത്രമായ സ്ഥലം, അതിൻ്റെ പവിത്രത ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. അതിൻ്റെ അർത്ഥം പള്ളിയെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതായത് ഈ വഖഫ് ബോർഡിന്റെ ഒരു പ്രശ്നം എന്ന യഥാർത്ഥ പ്രശ്നത്തിനുള്ളിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള സംഘടനകൾ അവരുടെ രാഷ്ട്രീയം കുത്തിച്ചേരുകാൻ ശ്രമിക്കുമ്പോൾ അതിന് ഞങ്ങൾ നിന്നുകൊടുക്കാൻ തയ്യാറല്ല എന്ന വളരെ കൃത്യമായ പ്രഖ്യാപനമാണ് സമസ്തയുടെ പ്രസിഡന്റ് നടത്തിയത്. അത് സമസ്തയുടെ മുഴുവൻ നയമാണ് എന്ന് ഇന്നലെ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി പറയുകയും ചെയ്തു. അതിനർത്ഥം മുസ്ലിം ലീഗിനെ തള്ളിക്കളഞ്ഞു എന്നോ മുസ്ലിം ലീഗുമായിട്ടുള്ള എല്ലാ ബന്ധം വിച്ഛേദിച്ചോ ഒന്നുമല്ല, മറിച്ച്
ഇനി അങ്ങോട്ട് ലീഗ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളോടും കൂടി ആലോചിക്കാതെ, രാഷ്ട്രീയ കാര്യങ്ങൾ, മതകാര്യങ്ങളിൽ സമസ്തയോട് ആലോചിച്ചിട്ടേ തീരുമാനിക്കാറുള്ളൂ. പക്ഷേ മതകാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ പോരാ, ഈ സമുദായത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ പോലും ഞങ്ങളോട് സംസാരിക്കാതെ ഒരു തീരുമാനമെടുക്കരുത്, ആ തീരുമാനം ലീഗിന്റെ സെക്രട്ടറി പ്രഖ്യാപിച്ചത് ശരിയല്ല എന്നുള്ള വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ് വാസ്തവത്തിൽ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൽകിയത്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഷാഫി ചാലിയം, അത് വസ്തുതാപരമായിട്ട് അവർ അങ്ങനെയല്ലേ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതിൽ എന്താണ് പിശക് എന്ന് വിചാരിക്കും പൊതുസമൂഹം ആകെ തന്നെയും. അതായത് പള്ളി രാഷ്ട്രീയം പറയേണ്ടുന്ന ഇടമല്ല. ഞങ്ങൾക്ക് ഈ വഖഫ് ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായമുണ്ട്, ലീഗിൻ്റെ അഭിപ്രായം തന്നെയാണത്. പക്ഷേ പള്ളിയിൽ വെച്ച് രാഷ്ട്രീയം പറയേണ്ടതില്ല എന്ന നിലപാടിന് സ്വാഭാവികമായിട്ടും അതാണല്ലോ ശരിയായ നിലപാടാവുക. പക്ഷേ അത് വന്ന ഉടനെ പ്രകോപിതരാവുകയാണ് മുസ്ലിം ലീഗ് ആകെ തന്നെയും. ശ്രീ NK അബ്ദുൽ അസീസ് പറയുന്നത് താങ്കളെപ്പോലുള്ള ചില ആളുകളുടെ മാത്രം അഭിപ്രായമാണ്, ലീഗിൻ്റെ ആകെ അല്ല അത് എന്ന മട്ടിലൊരു സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അങ്ങനെയാണോ? നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും വഴങ്ങിയങ്ങ് നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് സമസ്ത പറയുമ്പോൾ പ്രകോപിതരാകുന്നതാണോ ഈ കണ്ടത്? സനീഷ്, ഇവിടെ എന്താണ് വിഷയം? വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ട കേരള സർക്കാരിന്റെ നടപടിയോടുള്ള സമീപനമാണ്. ഇതിൽ ജിഫ്രി തങ്ങളുടെ നയവും മുസ്ലിം ലീഗിന്റെ നയവും എന്റെ നയവും ഒന്നാണ്. ഈ അസീസിന്റെ നയം അതിന് വിരുദ്ധാണ്. ഇവിടെ ജിഫ്രി തങ്ങളുടെ വക്താവായി അസീസ് വരുമ്പോൾ വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ട നടപടിയെ നഖശികാന്തം എതിർക്കുകയും അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു മതസംഘടനയുടെ നേതാവാണ് ജിഫ്രി തങ്ങൾ. ജിഫ്രി തങ്ങളുടെ ആ നിലപാട് ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത ഈ അസീസ് ജിഫ്രി തങ്ങളുടെ സംഘടനയെ എത്രമാത്രം ഇവിടെ കൊച്ചാക്കി എന്നും കൂടി നിങ്ങൾ നോക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടന ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്തയാണോ അതല്ല കാന്തപുരം നയിക്കുന്നതാണോ എന്ന് മൂപ്പർക്ക് ഇപ്പോഴും സംശയമാണ്. സമുദ്രവും അരുവിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. അത് സുന്നികളിൽ ന്യൂനപക്ഷം മാത്രമാണ് ആ കൂട്ടർ. അവരുടെ വക്കാലത്തുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജിഫ്രി തങ്ങളുടെ നിലപാടും മുസ്ലിം ലീഗിന്റെ നിലപാടും കേരളത്തിലെ മുസ്ലിങ്ങളിലെ 90% നിലപാടും ഒറ്റൊന്നാണ്. പിന്നെ അതിന് സ്വീകരിക്കുന്ന സമര രീതി അത് പള്ളിയിൽ നിന്ന് മുസ്ലിം ലീഗാണ് മുസ്ലിം മതസംഘടനകളുടെ യോഗം വിളിച്ച് കൂട്ടാറ് എത്രയോ വർഷങ്ങളായി. ഈ PDP INL എന്ന് വിളിച്ചാൽ ഒരു കുട്ടികളും പോകില്ല. ഞങ്ങളാണ് വിളിക്കാറ്. ഞങ്ങൾ വിളിച്ചാൽ എല്ലാ മുസ്ലിം സംഘടനകളും വരും. എല്ലാവരും വന്നിട്ടുണ്ട്. കാന്തപുരവും വരാറുണ്ട്, ചില സമയങ്ങളിൽ വരാറില്ല. അങ്ങനെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഒരു യോഗത്തിൽ എടുക്കുന്ന തീരുമാനം പുറത്ത് പത്രക്കാരോട് പറയൽ മുസ്ലിം ലീഗ് തന്നെയാണ്. അത് കൊരമ്പേൽ അഹമ്മദിയുടെ കാലത്തും എല്ലാ കാലത്തും അങ്ങനെയാണ്. അത് പറഞ്ഞെന്നുള്ളൂ. തീരുമാനം ലീഗിൻ്റെതാണോ? അല്ല. ലീഗ് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം എടുത്തതാണ്. പള്ളിയിൽ വെച്ച് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, മുസ്ലിം സമുദായത്തോട് കാണിച്ച ഈ അനീതിയെക്കുറിച്ച്, ഈ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ഞങ്ങൾ പള്ളിയിൽ അതിന്റെ വികാരം അറിയിക്കും എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു ചർച്ച വന്നു. വ്യാഴാഴ്ചയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ പ്രസ്താവന വരുന്നത്. ബുധനാഴ്ച നിങ്ങളെപ്പോലുള്ള ഒരു ചാനൽ ചർച്ചയിൽ ഞാനുണ്ടായിരുന്ന ഡോക്ടർ KT ജലീലുണ്ട്. അവിടെ വെച്ചിട്ട് അവതാരം ചോദിച്ചൊരു പ്രത്യേക ചോദ്യമുണ്ട്. ഞങ്ങൾ വഖഫ് ബോർഡ് വിഷയം അവിടെ മാറ്റി നിർത്തുക. ഈ പള്ളികളിലേക്ക് സമരം കൊണ്ടുവരുന്നത് ശരിയോ തെറ്റോ, അത് മാത്രം ചർച്ച ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, 985 കാലഘട്ടം തൊട്ട് ഇസ്ലാമിക ശരീഅത്ത് ഷാബാനി കേസ് കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിഷേധം പള്ളികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ശരീഅത്ത് സംരക്ഷിക്കുന്ന നിയമനിർമ്മാണത്തിലേക്ക് കോൺഗ്രസ് ഗവൺമെന്റ് എത്തിയത്. NRC വിഷയത്തിൽ BJP ഗവൺമെന്റിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഈ പിണറായി സർക്കാരിന്, അച്യുതാനന്ദൻ സർക്കാരിനെതിരെ മതമില്ലാത്ത ജീവൻ എന്ന ഒരു പാഠ്യപദ്ധതി തുടർന്ന് പള്ളിയിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ 80-20 അനുപാതം കൊണ്ടുവന്ന നടപടിക്കെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. സച്ചാർ ശുപാർശകൾ ഇല്ലാത്തൊരു സ്റ്റേറ്റാക്കി ഇന്ത്യയിൽ കേരളത്തെ മാറ്റിയ ഈ ഇടതു സർക്കാരിനെതിരെയുള്ള കടുത്ത പ്രതിഷേധം പള്ളിയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രതിഷേധം ഇപ്പോൾ എങ്ങനെ വന്നു? അതാണ്, അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രതിഷേധം സമസ്തയുടെ ഭാഗത്തു നിന്ന് വന്നു. ജിഫ്രി തങ്ങൾ എന്ന വളരെ മുതിർന്ന പണ്ഡിതൻ തന്നെയും വന്നിട്ട് നിങ്ങളെ എതിർക്കുകയാണ്. എന്തോ ആയിക്കോട്ടെ, താങ്കൾ പറയുന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതാണോ അക്കാര്യത്തിൽ ശരിയെന്നത് വേറൊരു ചർച്ചാ വിഷയമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ സമസ്ത വന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് പ്രകോപിതരാവുകയാണ്. അങ്ങനെ പ്രകോപിതരായാൽ സമസ്ത നിങ്ങളുടെ നിലപാടിനൊപ്പമല്ല
ലീഗിനൊപ്പമല്ല ഇക്കാര്യത്തിൽ എന്ന് വളരെ വ്യക്തമല്ലേ? നിങ്ങൾക്ക് വഴങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമല്ലേ അത്? അതുകൊണ്ടല്ലേ താങ്കൾ അടക്കമുള്ള ആളുകൾ പ്രകോപിതരാകുന്നത് സമസ്തയോട്? സനീഷ്, ഒരു മിനിറ്റ് കൂടി ക്ഷമിക്കൂ. ഞാൻ പറഞ്ഞത് ഒന്ന് കൺക്ലൂഡ് ആയാൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വ്യാഴാഴ്ചയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാട് പുറത്തേക്ക് വരുന്നത്. ബുധനാഴ്ച നടന്ന ഒരു ചർച്ചയിൽ ഡോക്ടർ KT ജലീലുമായി ഇരുന്ന ഒരു ചർച്ചയിലുണ്ടായ ഒരൊറ്റ ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് വളരെ കൃത്യമായി എത്തി. എന്തിന് പള്ളിയിലേക്ക് ഇത് കൊണ്ടുവരുന്നു എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നത്. അപ്പോൾ പള്ളിയിൽ ഇത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്ന മറുപടി പറയുകയും അതോടൊപ്പം എന്തിനത് പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം? സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സമരം മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? നിരന്തരമായി സർക്കാരിന് നിവേദനം കൊടുക്കുന്നു, ഞങ്ങളുടെ സമുദായത്തെ അവഗണിക്കല്ലേ, ദേവസ്വം ബോർഡിനോട് വേറെ നയം, ഞങ്ങളോട് വേറെ നയം, ക്രിസ്ത്യൻ സമുദായത്തോട് വേറെ നയം, ഞങ്ങളോട് വേറെ നയം, ന്യൂനപക്ഷ മന്ത്രാലയം ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് എടുത്തു മാറ്റി വേറൊരു സമുദായത്തിന് കൊടുക്കും, എടുത്തു മാറ്റി മുഖ്യമന്ത്രി കൈവശം വെക്കുന്നു, മറ്റൊരു സമുദായം ഡിമാൻഡ് ചെയ്തപ്പോൾ. അതുപോലെ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം. അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട് ശ്രീ ഷാഫി ചാലിയം. എനിക്ക് സമയം കുറച്ചങ്ങ് കടന്നു പോകുന്നതാണ് ഞാൻ. ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സമസ്ത നിങ്ങളുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണോ നിങ്ങൾ സമസ്തയോട് പ്രകോപിതരാകുന്നത്? ഇക്കാര്യത്തിൽ സമസ്ത തെറ്റാണ് എന്നാണോ താങ്കൾ ഇപ്പോഴും പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന വിഷയത്തിന് ഒരു ഗൗരവം കിട്ടണമെങ്കിൽ വളരെ അനിവാര്യമായി കൂട്ടിച്ചേർക്കേണ്ട ചില സംഗതികൾ ചേർത്ത് നിങ്ങളെ സമയത്ത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിന് ഞങ്ങളെ ഈ സമുദായത്തെ അവഗണിക്കുന്നു, എന്താണ് ഞങ്ങളോട് ഇത്ര വിരോധം, അത് അകറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സർക്കാരിന് നിവേദനം കൊടുക്കുന്നു. 16 മുസ്ലിം സംഘടനകൾ ഈ ജിഫ്രി തങ്ങൾ വരെ ഒപ്പിട്ട്, എന്നിട്ടും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റിന്റെയും മീഡിയയുടെയും ഒരു അറ്റൻഷൻ കിട്ടാനാണ് ഒരു കടുത്ത സമരമുറയായ പള്ളികളിൽ നിന്ന് പ്രതിഷേധം അറിയിക്കുന്നു പറഞ്ഞത്. പള്ളികൾ പ്രതിഷേധം അറിയിക്കുന്നത് ശരിയല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ മുസ്ലിം മതസംഘടനകളെ മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച ചെയ്യുക. ഇത് നിങ്ങൾ പള്ളിക്ക് കൊണ്ടുപോയില്ലേ, നമുക്ക് ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ അല്പം തീരുമല്ലോ, അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ KT ജലീൽ അപ്പോൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് അവതാരക ഈ ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ജിഫ്രി തങ്ങളുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നല്ല ബന്ധമുണ്ട്, എന്റെയും പ്രത്യാശ അതാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കും എന്താണ്, ഞാൻ മുസ്ലിം ലീഗിന് പള്ളിയില്ല, മുസ്ലിം ലീഗിന് പോയി പള്ളിയിൽ മുസ്ലിം ലീഗ് പ്രസംഗിക്കാറില്ല, മുസ്ലിം സംഘടനകൾ എടുത്ത തീരുമാനമാണ്. ആ സമര രീതി ശരിയല്ലെങ്കിൽ അവരോട് പറയാൻ സമര രീതിയിൽ പിന്മാറണം, ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ വിഷയം തീരുമെന്ന് ബുധനാഴ്ച ഞങ്ങൾ പറഞ്ഞു. വ്യാഴാഴ്ച അത് സംഭവിച്ചു. മുഖ്യമന്ത്രി ജിഫ്രി തങ്ങൾ വിളിക്കുന്നു. ജിഫ്രി തങ്ങൾ പറഞ്ഞു, എന്നെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്താണ് പള്ളിയിൽ നിന്നുള്ള ഇതിൽ നിന്ന് ഞാൻ മാറിയിരിക്കുന്നു. ജിഫ്രി തങ്ങൾ മുജാഹിദ് സംഘടനകളെ വിളിച്ചല്ല, മുഖ്യമന്ത്രി മുജാഹിദ് സംഘടനകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരും മാറുമായിരുന്നു. മുഖ്യമന്ത്രി നമ്മുടെ എല്ലാവരും മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രി അതിൽ ഒരു സംഘടന വിളിച്ച് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ സമസ്ത മാറി. മുജാഹിദ് സംഘടനകൾ അതേമാതിരി വിളിച്ചിരുന്നെങ്കിൽ അവരും മാറുമായിരുന്നു. ഞങ്ങൾക്ക് പള്ളിക്കുള്ളിൽ നിന്ന് നടക്കണം എന്താ അത്ര വലിയ നിർബന്ധം? അതുകൊണ്ടാണ് താങ്കൾ അടക്കമുള്ള ആളുകൾ സമസ്തക്കെതിരെ വലിയ എതിർപ്പുമായി വന്നത് എന്നാണല്ലോ പറയുന്നത്. എനിക്ക് എന്റെ സമയം കടന്നു. ഞാനൊന്ന് ശ്രീ അബ്ദുൽ അസീസിലേക്ക് കൂടെ പോകാനുള്ള സമയം കടന്നിട്ടാണ് ശ്രീ ഷാഫി ചാലിയ താങ്കൾക്ക് സമയം നൽകിയ സമയം പ്രശ്നമാണല്ലോ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. എന്റെ ഇടവേള പോകാനുള്ള സമയമായി 25 ഇടവേളയിലേക്ക്. ശ്രീ NK അബ്ദുൽ അസീസ്, ഇവിടെ പിണറായി വിജയൻ്റെ ഒരു കളി ഇതിനകത്തുണ്ടല്ലോ. അതായത് മുസ്ലിം ലീഗുമായിട്ടുള്ള ഈ ചേർച്ചയിൽ നിന്ന് സമസ്തയെ അങ്ങോട്ട് ഇളക്കി മാറ്റിക്കളയാനുള്ള ഒരു ഉപാധി കൂടിയായിട്ട്, അതിനുള്ളൊരു ആയുധം കൂടിയായിട്ട് വഖഫ് ബോർഡിലെ നിയമന പരിഷ്കാരം അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. അതിന് അറിഞ്ഞോ അറിയാതെയോ അങ്ങ് നിന്നുകൊടുക്കുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്യുന്നത്. ലീഗുകാർ അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിഫ്രി തങ്ങൾക്കെതിരെയും സമസ്തക്കെതിരെയും ഒന്ന് ശബ്ദം ഘടിപ്പിക്കാനുള്ള അവകാശം സ്വാഭാവികമായിട്ടും ലീഗിനുണ്ടല്ലോ. അതുകൊണ്ട് 5 വർഷം മുമ്പുള്ള പ്രസംഗമാണെങ്കിൽ തന്നെയും അത്തരം വർത്തമാനങ്ങൾ അർഹിക്കുന്ന ഒരു സാഹചര്യമാണിത് എന്നല്ലേ ലീഗിൻ്റെ അണികൾ വിചാരിക്കുക? ശ്രീ അസീസ്. ഒരിക്കലുമല്ല. ഇത് സമസ്തയ്ക്കകത്ത് സമസ്തയ്ക്ക് മുകളിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യം പൂർണ്ണമായും നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മുസ്ലിം ലീഗ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ സംഭവവികാസങ്ങൾ. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ശ്രീ ഷാഫി ചാലിയം അവസാനിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രി ആദരണീയനായ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞു, സുന്നി പള്ളികളിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ മറ്റുള്ളവരെ വിളിച്ചില്ല, ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദിനെയും വിളിച്ചില്ല, അതുകൊണ്ട് അവർ പ്രസംഗിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, ജിഫ്രി തങ്ങളായിരുന്നോ പള്ളിയിൽ പ്രസംഗമുണ്ടാകുമെന്ന് പറഞ്ഞത്? അല്ലല്ലോ.
മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള അഡ്വക്കേറ്റ് PMA സലാമാണ് കേരളത്തിലെ മുസ്ലിം പള്ളികളെല്ലാം വെള്ളിയാഴ്ച ജുമാ ഖുതുബയോടനുബന്ധിച്ചുകൊണ്ട് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഭാഷണവും പ്രബോധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ പ്രബോധനം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ അതിന് എതിരഭിപ്രായം രൂപപ്പെട്ടു വന്നു. ഈ എതിരഭിപ്രായം രൂപപ്പെടുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മുഖ്യമന്ത്രി ബന്ധപ്പെടുകയും ആ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സുന്നി പള്ളികളിൽ അതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മുസ്ലിം ലീഗ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടെങ്കിൽ ഷാഫി ചാലിയം ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നല്ലോ ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതാണ് അവസാന വാക്ക് എന്ന്. അങ്ങനെയെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി പള്ളിയിൽ പ്രഭാഷണമില്ല എന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുജാഹിദ് പള്ളിയിലുമില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലുമില്ല, കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം പള്ളിയിലുമില്ല, ഉണ്ടാവേണ്ടതില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ലീഗിനും ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനുമില്ലേ? അതായത് സമുദായ സ്വത്വത്തെ ആകെ ഹനിക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോൾ പള്ളി കൂടെ ഈ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപാധിയാക്കുന്നതിൽ പിശകില്ല എന്ന നിലപാടാണല്ലോ ലീഗിനുള്ളത്. കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹം. പിന്നെ എന്തിനാണ് ജിഫ്രി തങ്ങൾക്ക് അവർ വഴങ്ങേണ്ടുന്ന കാര്യം? തീർച്ചയായിട്ടും ആ നിലപാടുള്ള ലീഗ്, അതെ, ആ നിലപാടുള്ള ലീഗ് അതിന്റെ വക്താവായ ഷാഫി ചാലിയമാണ് പറയുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ വിഭാഗം അതിൽ നിന്ന് പിന്മാറി, മുജാഹിദിനെ വിളിക്കാത്തത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല. അപ്പൊ ലീഗ് പറയേണ്ടത് അതല്ലല്ലോ, രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി പറയാനുള്ള വേദി തന്നെയാണ് പള്ളി എന്നതിനാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് തുറന്നു പറയാൻ എന്തുകൊണ്ടാണ് ഷാഫി ചാലിയവും അദ്ദേഹത്തിന്റെ പാർട്ടിയും തന്റെ ഇടം കാണിക്കാത്തത്? ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ, മുസ്ലിം ലീഗിന്റെ നേതാക്കളിലെ ചില ആളുകളും തമ്മിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. സമസ്തയെ മുസ്ലിം ലീഗിന്റെ കീഴാളമാക്കാൻ, അതല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കാൻ, വരുതിയിലാക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയോടുള്ള പ്രതികരണമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് ആ പള്ളികളിലൊക്കെ, അതല്ലെങ്കിൽ മുസ്ലിം പള്ളികളിലൊക്കെ നേരത്തെ രാഷ്ട്രീയ പ്രചാരണവും പ്രസംഗവും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാണല്ലോ ഷാഫി സൂചിപ്പിച്ചത്. മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട് പ്രസംഗം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓർമ്മ പെശകാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയിൽ ഒരു പ്രഭാഷണവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അത് ഷാഫിക്ക് PMA സലാമിനോട് ചോദിച്ചാൽ അറിയാം. ആ PMA സലാമാണ് മതമില്ലാത്ത ജീവൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ വിഷയമാക്കിയോ മുസ്ലിം സമുദായത്തിന്റെ വിഷയമാക്കിയോ അത് മാറ്റാൻ പാടില്ല എന്നും അത് മതേതരമായ വിഷയമാണ് എന്നും പറഞ്ഞുകൊണ്ട് ശക്തമായി അക്കാലത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് PMA സലാം ഇടതുപക്ഷത്തോടൊപ്പമുള്ള MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് അതായിരുന്നു. ഒറ്റ കാര്യം കൂടി സനീഷെ, ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. 1968 കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളയുകയും മദ്യം നടപ്പാക്കുകയും ചെയ്യുന്നത്. അക്കാലത്തും കേരളത്തിലെ പള്ളികളിലൊന്നും മദ്യനിരോധനം എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണവും ഉണ്ടായിരുന്നില്ല. സമാനമായ ധാരാളം സാഹചര്യങ്ങൾ എനിക്ക് ഉദാഹരിക്കാനുണ്ടോ? ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ അബ്ദുൽ അസീസ്, ഷാഫി ചാലിയൻ സംസാരിക്കുന്നതിനിടയിൽ മറ്റുള്ളവർ ഇടപെട്ടാൽ അവസരം എനിക്കൊന്ന് തരണം. വ്യക്തിപരമായി നമ്മളെ ഇങ്ങനെ കുറെ നേരമായി ചർച്ചയിൽ പറഞ്ഞു. നിങ്ങൾ ചോദിക്കുന്ന സനീഷ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുക എന്നതാണ് പ്രാഥമികമായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ട മര്യാദ. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ആരെങ്കിലും നമ്മളെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ അതിനും കൂടി മറുപടി പറയാൻ ഒരു അവസരം തരേണ്ട മാന്യതയുണ്ട്. അതേക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ പറയാൻ എനിക്ക് നിങ്ങൾ സമയം തന്നില്ല. ഞാൻ താങ്കളിലേക്ക് വന്നു. നമ്മൾ ആകെ 3 അതിഥികളിലേ ഉള്ളൂ. ശ്രീ ഷാഫി ചാലിയം, മൊത്തത്തിലെടുത്താൽ ഇതുവരെ കൂടുതൽ നേരം സംസാരിച്ച താങ്കളാണല്ലോ സംസാരിക്കേണ്ടത് ലീഗിന്റെ നേതാവ് എന്നതുകൊണ്ടാണ്. അതുപോലെ താങ്കളെ ലീഗിനെ പ്രതിനിധീകരിച്ച് വരുന്നത് കൊണ്ടാണ് വ്യക്തിപരമായിട്ട് അദ്ദേഹം അക്കാര്യം പറയുന്നത്. രാഷ്ട്രീയമായിട്ട് എടുത്താൽ മതി അതിനെ. അവതാരങ്ങൾക്ക് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ വിഷയത്തിലെ നിലപാടിനോട് ഈ അസീസിന് യോജിപ്പുണ്ടോ? അതാണ് ചോദിക്കും. എന്നാ പിന്നെ അതിന് മറുപടി പറയൂ ശ്രീ അബ്ദുൽ അസീസ്. യോജിപ്പുണ്ടോ? ഇല്ലല്ലോ. നിലപാടിനോട് മാത്രമല്ല, പലരുടെയും പല നിലപാടുകളോടും രാഷ്ട്രീയമായി വിയോജിക്കാറുള്ള ആളാണ് ഞാൻ. ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പക്ഷേ
പള്ളികളിൽ പ്രസംഗിക്കണം എന്ന എന്റെ ചോദ്യം അതല്ല. അല്ലല്ല, അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഷാഫി ചാലിയ വെച്ചത്. ശ്രീ എം കെ അബ്ദുൽ അസീസ്, അതായത് ഈ PSCക്ക് നിയമനം വിടുക എന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ, എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് എതിർപ്പാണുള്ളത്. എന്നിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ എങ്ങനെ അധിക്ഷേപിക്കുന്നല്ലോ എന്ന സങ്കടം പറയുകയും ചെയ്യുന്നു. അതിനകത്ത് ഇരട്ടത്താപ്പാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അസീസ്, ഒരിക്കലുമല്ല, അത് ഇരട്ടത്താപ്പല്ല സനീഷേ, അത് ഇരട്ടത്താപ്പല്ല. ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ നിയമനങ്ങൾ PSCക്ക് വിടണം എന്ന കാര്യത്തിൽ വിടുന്നതിൽ ഒരു അപാകതയുമില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്, അത് പരിഹരിക്കാം, ആ ആശങ്കകൾ എങ്ങനെയും സംസാരിച്ചു തീർക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹം ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. താങ്കളിലേക്ക് വരാം. ശ്രീ പ്രശാന്ത് കുറെ നേരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞാൻ താങ്കൾ രണ്ടുപേരിലേക്കും വരാം ഒരു ചെറിയ ചോദ്യമായതിനു ശേഷം. ശ്രീ MP പ്രശാന്ത്, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമസ്ത ആകെ ഒരു ഭാഗത്ത് ഒറ്റ നിലപാടായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രകടിപ്പിച്ച ആ നിലപാടായിട്ട് നിൽക്കുകയാണ് എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അതൃപ്തിക്ക് പാത്രമായ ഈ തീരുമാനം സമസ്ത ഒന്നാകെ അതിനകത്തെ പണ്ഡിതരാകപ്പാടെ തന്നെയും എടുത്തിരിക്കുകയായിരിക്കുമോ, അല്ലെങ്കിൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ? അതുപോലെ തന്നെ ലീഗിനകത്തും ലീഗ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും അദ്ദേഹം സ്വീകരിച്ച നിലപാടിനും സമസ്തയുടെ ഈ കുടഞ്ഞു പോകലിനും എതിരായിട്ട് ഒറ്റ നിലപാടായിട്ട് എതിർപ്പോടെ നിൽക്കുകയാണോ? സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയാണ് കാണുക, ലീഗിൻ്റെ പ്രവർത്തകർ അങ്ങനെ ഒരു രോഷം പ്രകടിപ്പിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ശ്രീ അബ്ദുൽ അസീസ് ഇടയിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ചില നേതാക്കളുടെ മാത്രം കാര്യമാണിത് എന്നതാണോ ലീഗിൻ്റെ സ്ഥിതി? സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സമസ്തയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പറയുന്നതാണ് ആ സംഘടനയുടെ അവസാന വാക്ക് എന്ന് മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സംഘടന അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം വ്യക്തികൾ മുമ്പ് പ്രസ്താവനകൾ കൊടുത്തപ്പോൾ, ഉദാഹരണത്തിന് ഇടതുപക്ഷ മുന്നണിയെ അനുകൂലിച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കം ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് എന്നും യഥാർത്ഥത്തിൽ സമസ്തയുടെ നിലപാട് എന്താണ് എന്ന് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പറയും എന്നാണ് അന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷം ഞങ്ങളൊക്കെ സമസ്തയുടെ നിലപാട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പ്രസിഡന്റിൻ്റെയോ ജനറൽ സെക്രട്ടറിയുടെ നിലപാടാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സമസ്ത എടുത്തിട്ടുള്ള നിലപാട്, പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാട് ആ സമസ്തയുടെ ഒരു ഒറ്റക്കെട്ടായ നിലപാടാണ് എന്ന് പറയാം. അതല്ലാതെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം മറ്റ് ചില പ്രശ്നങ്ങളിൽ ജിഫ്രി തങ്ങളുടേതാണ് അവസാന വാക്ക് എന്ന് പറയുകയും, എന്നാൽ ഈ പ്രശ്നത്തിൽ മുഷാവറ മൊത്തം അഭിപ്രായം പറയണം, എന്നാൽ മാത്രമേ തങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അപ്പം അതുകൊണ്ട് സമസ്തയിൽ പല ചിന്താഗതികളുണ്ടാകും, സമസ്തയിൽ പല രാഷ്ട്രീയക്കാരുണ്ടാകും. സമസ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലാത്തത് കൊണ്ട് തന്നെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ സമസ്തയിലുണ്ട്. എന്നാൽ സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ പള്ളി പ്രശ്നത്തിൽ പള്ളിയിലെ ഈ പ്രൊട്ടസ്റ്റ് വേണ്ട എന്ന കാര്യത്തിൽ എടുത്ത തീരുമാനം ഒറ്റക്കെട്ടായി സമസ്ത എടുത്ത തീരുമാനമാണ് എന്ന് സംയുക്ത പ്രസ്താവന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം വേറെ ആർക്കുമില്ല. അതാണ് സംഘടനയുടെ ആധികാരികമായ അവസാനത്തെ അഭിപ്രായം. അതുകൊണ്ട് ഇപ്പൊ ലീഗിന്റെ അഭിപ്രായം പാണക്കാട് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞതുപോലെ സമസ്തയുടെ അഭിപ്രായം എന്ന് പറയുന്നത് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ പറയുന്നതാണ്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായമാണ്. അത് അവസാന വാക്കാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പിന്നെ മുസ്ലിം ലീഗിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വലിയൊരു ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒരു വളരെ രസകരമായൊരു മാറ്റം എന്നുള്ളത് രണ്ട് സുന്നികളും തമ്മിൽ, രണ്ട് വിഭാഗം സുന്നികളും തമ്മിൽ വളരെ വളരെ അടുത്തടുത്ത് വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വഖഫ് ബോർഡിന്റെ പ്രശ്നത്തിന്റെ ഒരു നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്. അതായത് വഖഫ് ബോർഡ് ഇപ്പൊ PSCക്ക് വിട്ട പ്രശ്നത്തിൽ നിന്ന് മാറിയിട്ട് വഖഫ് സംരക്ഷണം എന്ന ഇഷ്യൂയിലേക്കാണ് പോകുന്നത്. വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ PSCക്ക് വിട്ട് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാർ വഖഫ് സംരക്ഷിക്കില്ല എന്നതിൽ നിന്നും മാത്രമല്ല, മറിച്ച് പണ്ട് വഖഫ് സ്വത്തുക്കൾ എങ്ങനെയാണ് ഇല്ലാതായി പോയത് എന്ന് സുന്നികൾ പറയുന്നുണ്ട്. അതായത് പണ്ട് സുന്നി പള്ളിയായിരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇപ്പൊ ഉദാഹരണത്തിന് മൊഹീദ്ദീൻ പള്ളി,
അത് ഹുസൈൻ മടവൂർ പ്രസംഗിച്ച പള്ളിയാണ്. മെഞ്ഞാന്ന് ഗവൺമെന്റിനെതിരെ അദ്ദേഹം ആ പ്രസംഗിച്ച പള്ളി, ആ പള്ളി അടക്കം സുന്നികൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കാന്തപുരം മാത്രമല്ല, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, അതിൽ EK വിഭാഗം സുന്നികളും ഉണ്ട്. അപ്പോൾ ഇപ്പൊ ലീഗിനുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ ജിഫ്രി തങ്ങളെ ശത്രുപക്ഷം നിർത്തുക വഴി സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ഞങ്ങളുടെ ഒരു പരമ്പരാഗതമായ ശത്രുക്കളായിരുന്ന കാന്തപുരം സുന്നി വിഭാഗവും ഇപ്പുറത്തുള്ള EK സുന്നി വിഭാഗവും തമ്മിൽ വളരെയേറെ സ്വരച്ചേർച്ച ഒരു സോഷ്യൽ മീഡിയയിലെങ്കിൽ നമ്മൾ കാണുന്നത് ഇവർ ഒന്നാകുന്നതാണ്. അതായത് വഖഫ് സംരക്ഷണം എന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അതായത് പരമ്പരാഗതമായി സുന്നികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്വത്തുക്കൾ സലഫികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ അവർ തട്ടിയെടുത്തിട്ടുണ്ട്, അതിന് ലീഗിന്റെ രാഷ്ട്രീയ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ EK സമസ്തയുടെ ആളുകൾ തന്നെ ചിന്തിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് ഈ നമ്മളിപ്പോൾ കാണുന്ന PSC എന്ന പ്രശ്നത്തിൽ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ശരി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇക്കാര്യത്തിൽ ശ്രീ ഷാഫി ചാലിയം ഒന്ന് ബേജാറാകാനുള്ള കാര്യം മുസ്ലിം ലീഗിനുണ്ട്. വളരെ ശക്തമായിട്ട് ഈ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളുടെ നിലപാട് ഇന്നതാണെന്ന് പറയാനുള്ള സാഹചര്യം ലീഗിനുണ്ട്, അത് മനസ്സിലാകും. കാരണം രാഷ്ട്രീയമായിട്ടൊരു ഇളക്കം സംഭവിക്കുന്നു എന്തുകൊണ്ട്. പക്ഷേ പള്ളിയിൽ ഇത് പറയേണ്ട എന്ന തീരുമാനമെടുക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അവകാശമുണ്ട്, അത് പറയാൻ അവകാശമുണ്ട്. അത് സമസ്തയുടെ ആകെ നിലപാടായിട്ട് മുസ്ലിം ലീഗ് പരിഗണിക്കുകയും വേണം. പക്ഷേ നിങ്ങളതിനെ എതിർക്കുകയാണ്. അവിടെ ഒരു ശരിയല്ലായ്മ വളരെ പ്രകടമായി തന്നെയും ഇല്ലേ ശ്രീ ഷാഫി? സനീഷെ, ആരെതിർത്തു സമസ്തയുടെ നിലപാടിനെ? ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന വേദിയിൽ അധ്യക്ഷ സ്ഥാനത്ത് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാരി സമിതി അംഗമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. ശേഷം പത്രക്കാര് അദ്ദേഹത്തോട് ചോദിച്ചു, ജിഫ്രി തങ്ങളുടെ അഭിപ്രായത്തോട് നിങ്ങളുടെ നിലപാടെന്താ? എന്താ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ സമസ്തയോടൊപ്പം, സമസ്തയെ അംഗീകരിക്കുന്നു. പള്ളികളിൽ നിന്ന് ഈ പ്രതിഷേധം പള്ളികളിൽ നിന്ന് വേണോ വേണ്ടേ എന്നത് ഒരു ജാഗ്രതയുടെ, ഒരു സൂക്ഷ്മതയുടെ പുറത്ത് ജിഫ്രി തങ്ങൾക്ക് തോന്നിയാണ്. ഞങ്ങളത് മാനിക്കുന്നു. ഇതാണ് ലീഗ് പറഞ്ഞത്. ലീഗിന് ഇതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒന്നത് അവിടെ PMA സലാമിന് ആദ്യഘട്ടത്തിൽ പിശകി എന്നല്ലേ അതിനർത്ഥം? അതായത് പള്ളികളിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന നിലപാടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇതിന് ഉത്തരം വെറുതെ എന്റെ സമയം നിങ്ങൾ ഈ കവർന്നെടുക്കും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗ് വിളിച്ചു ചേർക്കുന്ന ഒരു യോഗത്തിലെ തീരുമാനം പത്രക്കാരോട് വിവരിക്കേണ്ടത് ലീഗാണ്. ഞങ്ങൾ മുസ്ലിം സംഘടന യോഗം വിളിച്ചു കൂട്ടി, അതിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പണി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് എത്രയോ കാലമായി ലീഗിന്റെ കൊരമ്പയിൽ അഹമ്മദ് ഹാജി, BV അബ്ദുൽ സാഹിബ്, PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ് അടങ്ങി ഇപ്പോഴത്തെ സലാമും പറയുന്നു. ആ വിഷയം ഇവിടെ കഴിഞ്ഞു, അത് വിട്ടേക്കുക. ഒറ്റ കാര്യം കൂടെ ശ്രീ ഷാഫി ചാലിം, എനിക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നത്. ഞാൻ താങ്കൾക്ക് സമയം തന്നുകൊള്ളാം. അതായത് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പള്ളിയിൽ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് ഒരു എതിർപ്പും ലീഗിനില്ല എന്നല്ലേ ഇതിനർത്ഥം? നിങ്ങൾ അങ്ങനെ ഇതിനെ ഒരു ആ രീതിയിലല്ല നിങ്ങൾ കാണേണ്ടത്. ഒരു വ്യക്തി ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. എന്താണ് ആ സവിശേഷ സാഹചര്യം? ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പള്ളിയിൽ വെച്ചെങ്ങാനും ഞങ്ങളെ സർക്കാർ വിമർശിച്ചാൽ കാണിച്ചു തരാം എന്ന CPM-ന്റെ വിജയരാഘവന്റെ ഭീഷണി, എളമരം കരീബിന്റെ ഭീഷണി പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി എങ്കിൽ പള്ളിയിൽ നിന്ന് നമുക്ക് കാണാം എന്ന രീതിയിൽ വന്നപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു സ്വാധീനം ഒരു മുതിർന്ന മനുഷ്യൻ എന്നവർക്ക് പള്ളിയിൽ ഇതിനെ ചൊല്ലി എന്തെങ്കിലും ഒരു കലഹം ഉണ്ടാവുമോ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ജാഗ്രതയുടെ പുറത്ത്, ഒരു സൂക്ഷ്മതയുടെ പുറത്താണ് ജിഫ്രി തങ്ങൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് ഞങ്ങളെ പ്രിയ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചത് കണ്ടല്ലോ. പിന്നെ ഈ ചോദ്യം എന്തിനു ചോദിക്കണം? ഇവിടെ വിഷയം അതല്ല. മെയിൻ പ്രശ്നം വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട നടപടിയെ മുസ്ലിം ലീഗ് എതിർത്തപ്പോൾ അതിനെ വർഗീയം എന്നാണ് വിളിച്ചത്. ഇതേ നടപടി തന്നെയാണ് ജിഫ്രി തങ്ങൾ ചെയ്തത്. ഇത് PSCക്ക് വിട്ട നടപടി ശരിയല്ല എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ അതും വർഗീയം തന്നെയല്ലേ? ലീഗ് പറഞ്ഞാൽ വർഗീയാകുക, ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ വർഗീയത അല്ലാതാകുക? അപ്പൊ മൊത്തത്തിൽ ജിഫ്രി തങ്ങൾ അടക്കമുള്ളവർ പറയുന്നത് വർഗീയതയാണെന്നാണ് ഇവർ. അവിടെ പക്ഷേ ശ്രീ ഷാഫി ചാലിയം, അവിടെ ഈ പള്ളിയെ, ആരാധനാലയത്തെ ഈ രാഷ്ട്രീയ നിലപാട് പറയാൻ ഒരിടമാക്കുന്നിടത്ത് വർഗീയത ആ നിലക്ക് കയറി വരുന്നു എന്നല്ലേ അവർ സൂചിപ്പിച്ചത്. പക്ഷേ പള്ളിയിലല്ല, ഞങ്ങൾ പുറത്തു പറഞ്ഞുകൊള്ളാം എന്ന നിലപാട് പക്വതയാർന്ന വർഗീയമായിട്ട് ചിത്രീകരിക്കാനാകാത്തൊരു നിലപാടാവുകയും ചെയ്യും. സനീഷെ, ഇപ്പൊ പള്ളിയിൽ നടന്നല്ലോ, മുജാഹിദിന്റെ പള്ളിയിലും പല പള്ളിയിൽ നടന്നു. ആ നടന്ന രീതി നിങ്ങൾ പത്രക്കാർ റിപ്പോർട്ട് ചെയ്തല്ലോ. എന്തായാലും ഉണ്ടായത് അവിടെ സർക്കാരിനെതിരെ അല്ലാഹു അക്ബർ ആരും വിളിച്ചോ? മുസ്ലിം സമുദായത്തിന്റെ വേദനയും രോദനവും ഈ അവഗണനയും അതിലുള്ള വിഷമതകളും പറയുകയും സർക്കാർ ഇനിയെങ്കിലും എന്ത് ചെയ്യണം, ഞങ്ങളുടെ
ഈ ആവേശത്തിന് മുന്നിൽ കരുണാർദ്രമായി പ്രതികരിക്കണം എന്ന് ദയാപരമായി അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഇതിനെയാണ് സമരം കോലാഹലം എന്നൊക്കെ പറഞ്ഞ് CPM വ്യാഖ്യാനിച്ചത്. നിങ്ങൾ കണ്ടല്ലോ. ഇതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായത്? പിന്നെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്ത് പറഞ്ഞൊരു കാര്യത്തിനും കൂടി എനിക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അന്നത്തെ പ്രഭാഷണം അദ്ദേഹം മുഴുവൻ കേട്ടോ. നിങ്ങൾ പറഞ്ഞല്ലോ, കാന്തപുരം സുന്നികളും മുസ്ലിങ്ങളും തമ്മിൽ ഐക്യമുണ്ടാകുക, ജനങ്ങൾ ഐക്യമുണ്ടാകുക, മതങ്ങൾ ഐക്യം ഉണ്ടാക്കുക, ഇതൊക്കെ പോസിറ്റീവായി കാണുന്ന ഒരു പാർട്ടിയിലേക്ക്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ജിഫ്രി തങ്ങൾ അവിടെ വേറൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പരാമർശം? ആ പരാമർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ വഖഫിലാണ്, അല്ലാതെ ഞങ്ങൾ ഈ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും വലിയ നോളജ് സിറ്റിയും അത്തരങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല. എന്താ അതിന്റെ അർത്ഥം? ഇവിടേക്കുള്ള സൂചനയാണ്. എന്താണ് ആ സൂചന? സമസ്തയുടെ സ്വത്തുക്കളൊക്കെ വഖഫ് ബോർഡിൽ ചെയ്യപ്പെട്ടതായിരിക്കും. എന്നാൽ മറ്റുള്ളവർ അവരൊക്കെ അവരുടെയും മക്കളുടെയും പേരിലാണ്. മർക്കസ് ആകട്ടെ, നോളജ് സിറ്റി ആകട്ടെ, ഈ കാന്തപുരം വിഭാഗത്തിന്റെ അസറ്റുകളൊന്നും പ്രധാനമായുള്ളതൊന്നും ഒക്കെ അവരുടെ പേരില്ല. എന്നാൽ സമസ്തയുടെ വന്ധ്യനായ മുത്തുക്കോയ തങ്ങളുടെ പേരിലൊന്നുമില്ല, ശംസുലയുടെ പേരിലൊന്നുമില്ല, ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിലൊന്നുമില്ല. സമസ്ത ഇപ്പം മുസ്ലിം ലീഗിനെ എതിരാക്കാൻ വേണ്ടിയിട്ട് ഈ കാന്തപുരം വിഭാഗവും ഈ അസീസും അങ്ങനെ കുറെ ആളുകൾ നടത്തുന്ന ചില ആധര വ്യായാമങ്ങളാണ് കാണുന്നത്. ശരി, അതല്ലാതെ സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. കാന്തപുരത്തോട് കാന്തപുരത്തോട് ഒറ്റയടിക്ക് വരെല്ലാം യോജിച്ചിരിക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്തവരായിട്ട് കൂട്ടർ മാറിയിരിക്കുന്നൊന്നുമല്ലോ. ഭീഷണിപ്പെടുത്താതെ ഞങ്ങളൊക്കെ സമസ്തക്ക് വിധേയരാ. ശരി, അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു സമയം തരാന്ന് പറഞ്ഞല്ലോ. വ്യക്തിപരമായി എന്നെ ആക്ഷേപിച്ചു, എന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സാഹിബിനോടൊപ്പം അദ്ദേഹം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം 9 മാസം നിന്നിട്ടുണ്ട്. അത് ശരിയാണ്, അതിന്റെ പേരിലാണ് വിമർശിക്കുന്നത്. എന്നാൽ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി ജയിലിൽ പോയി കിടക്കേണ്ട ഗതികേട് ഈ അസീസിനെ പോലെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ വന്ന് തോന്നിയാസം വിളിച്ചു വരുമ്പോ ആലോചിക്കണമൊക്കെ. ഷാഫി ചാലി, താങ്കൾ പ്രകോപിതരെ എനിക്ക് മനസ്സിലായി. പക്ഷെ വ്യക്തിപരമായിട്ട് ആക്ഷേപം ഉന്നയിക്കരുത് എന്ന് പോയിന്റ് പറഞ്ഞിട്ട് പിന്നെ വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്ഷേപം അദ്ദേഹത്തിന് വെക്കരുതായിരുന്നു. ആ പാർട്ടിയുടെ സ്ഥാപകനായി ഇബ്രാഹിം സുലൈമാൻ സാഹിബ് ശരി എന്താ പറഞ്ഞത്? പാകിസ്ഥാൻ സിന്ദാബാദ് കളിച്ച മുസ്ലിം ലീഗാണ്. ആ പാകിസ്ഥാൻ സിന്ദാബാദ് കളിച്ച മുസ്ലിം ലീഗിൽ ഇബ്രാഹിം സുലൈമാൻ സാഹിബ് ഉണ്ടായിരുന്നു. നിഷേധിക്കാൻ കഴിയോ? ശരി ശ്രീ NK അബ്ദുൽ അസീസ്, അതിനകത്തൊരു പ്രശ്നമുള്ളത്, നമ്മൾ രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗും INL അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറൊക്കെ ഉണ്ട്. വലിയ ശത്രുത ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും നമുക്കറിയാം. അദ്ദേഹം അവിടെ ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായം അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, അഭിപ്രായം പല ആളുകൾക്കുമുണ്ട്. മുസ്ലിം ലീഗിനാകെ തന്നെയും സമസ്തയുടെ ഈ ഒരു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ വ്യക്തിപരമായിട്ട് അങ്ങനെ അതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ അപ്പോഴും ഇത് സമസ്ത ആകപ്പാടെ ലീഗിനെ അങ്ങ് ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട് INL അടക്കമുള്ള ഇടതുപക്ഷത്തെ കക്ഷികളെങ്കിൽ അങ്ങനെയല്ല. അവരുടെ ചില സമൂഹത്തിനൊരു കുഴപ്പമുണ്ടാകരുതെന്ന് കണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞു എന്നല്ലാതെ ആകപ്പാടെ ഇളകുകയാണ് എന്ന ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പ്രകടിപ്പിച്ചതും താങ്കൾ പറഞ്ഞതുമായ കാര്യം ശരിയായിരിക്കില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതല്ലേ വസ്തുത? അതായിരിക്കില്ലേ വസ്തുത? സമസ്ത ആകെ മുസ്ലിം ലീഗ് വിരുദ്ധമായി മാറുന്നു എന്ന് ഞാൻ എവിടെയും അഭിപ്രായം പറഞ്ഞിട്ടില്ല സനീഷ്. സമസ്തക്കകത്ത് ശക്തമായി സുന്നത്ത് ജമാഅത്തിന്റെ സ്വത്വബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയവും രാഷ്ട്രീയേതരവുമായ നിലപാടുകൾ എടുക്കാൻ പ്രാപ്തരായ നേതൃത്വമുണ്ട് എന്ന് പലപ്പോഴായി അവർ പറയുകയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയുകയും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വന്തം കൊടക്കീഴിലാക്കാനും സ്വന്തം വരുതിക്കകത്താക്കാനും ശ്രമിക്കുന്ന രാഷ്ട്രീയമായ ചില ദുഷ്ടലാക്കുകളുണ്ടല്ലോ, അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2014-15 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കേരളത്തിലുണ്ടായി. അത് കർക്കശമാക്കണം എന്ന ഒരു നിർദ്ദേശം ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ സമസ്തയുടെ പണ്ഡിതന്മാരായിരുന്ന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു. ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. മുസ്ലിം ലീഗ് ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അവർ ആ യോഗത്തിൽ പങ്കെടുത്ത സംഘടനകളെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഓരോരുത്തരെയായി മാറ്റി ആ യോഗത്തിന്റെ തീരുമാനം അട്ടിമറിക്കാനും പൊളിച്ചടുക്കാനും ശ്രമം നടത്തി. അതേ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷം മുമ്പും സമാനമായ സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലെയുള്ള വലിയ ബഹുജന പ്രസ്ഥാനം, സുന്നി പ്രസ്ഥാനമൊക്കെ
ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മതപരമായ വിഷയത്തിൽ ശക്തമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള തന്റെ ഇടം കാണിക്കുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാനും ഷണ്ഡീകരിക്കാനുമുള്ള ശ്രമം ഇവർ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ബഹുമാന്യനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ പത്രപ്രസ്താവന നടത്തിയ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഒരുപാട് വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതെല്ലാം തിരിച്ചു പിടിക്കുകയാണ് അനിവാര്യം. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, മുസ്ലിം ലീഗ് 9-ാം തീയതി ഈ കടപ്പുറത്ത് ഒരു വലിയ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സമ്മേളനത്തിന്റെ ക്യാപ്ഷനായി അവർ പറഞ്ഞിരിക്കുന്നത് വഖഫ് സംരക്ഷണ സമ്മേളനം എന്നാണ്. അവിടത്തേക്കാണ് ലീഗ് വരേണ്ടത്. മുസ്ലിം ലീഗിന്റെ MC മായിൻ ഹാജിയും അദ്ദേഹത്തിന്റെ അളിയൻ ബഷീറും PV സൈനുദ്ദീനും അതുപോലെ മുസ്ലിം തളിപ്പറമ്പിലെ ലീഗ് നേതാക്കളും അതുപോലെ തന്നെ കാസർകോട്ടെ MC കമറുദ്ദീനും ഉൾപ്പെടെ കേരള വ്യാപകമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ കൈയടക്കി വെക്കുകയോ അന്യാധീനപ്പെടുത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടുള്ള സ്വത്തുക്കൾ ഉണ്ടല്ലോ, ആ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള വഖഫ് സംരക്ഷണ സമ്മേളനമാക്കി ഇതിനെ മാറ്റേണ്ടതുണ്ട്. വ്യക്തിപരമായി എനിക്കെതിരായി അദ്ദേഹം ഉന്നയിച്ച ഒരു മറുപടി പറയാം ആ പറച്ചിലിന്. എനിക്ക് ഇടതുപക്ഷ മുന്നണി വഖഫ് എത്രയോ കാലമായി കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ പിണറായി സർക്കാർ, ഇപ്പോഴും പിണറായി സർക്കാർ എന്താ വഖഫ് സ്വത്തുക്കൾ ലീഗുകാർ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ തിരിച്ചു പിടിക്കാൻ എത്ര താമസം? എത്ര കൊല്ലമായി നാട് ഭരിക്കണം? ഒളുപ്പുണ്ടോ പറയാൻ? വെറുതെ തത്തപ്പം പൂച്ചാന്ന് പറയുന്നത് പോലെ കുറെ കാലമായി ലീഗ് വഖഫ് സ്വത്ത് കൈയടക്കി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തോന്നിയാസം വിളിച്ചു പറയാം? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ നാട് ഭരിക്കുന്നത്? എന്താ വഖഫ് ഹജ്ജ് കമ്മിറ്റിയിലും രീതിയിലുള്ള നമുക്ക് വഖഫിന്റെ സ്വത്ത് നിയമനം അത് സംബന്ധിച്ച് വിശദമായിട്ട് വേറെ ചർച്ച നടത്തേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തന്നെയും നമുക്കത് സമയമെടുത്ത് ചർച്ച ചെയ്യാം. എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതവിടെ നിർത്താം. പരസ്പരമുള്ളൊരു വാക്കർക്കത്തിലേക്ക് പോകണ്ട. ഈ വഖഫിന്റെ സ്വത്ത് ഒക്കെ വേറൊരു വിഷയമായിട്ട് വിശദമായിട്ട് സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്ക് ചെയ്യാം. വളരെ നന്ദി. പ്രശാന്ത് അവസാനിപ്പിക്കട്ടെ. പ്രശാന്ത്, ഇവിടെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് പിണറായി വിജയനും CPM നേതൃത്വവും ഇതിനകത്ത് ഒരു രാഷ്ട്രീയ കളി വിജയകരമായ തോതിൽ കളിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തെറ്റാകുമോ? ഇത് യഥാർത്ഥത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അത് ലീഗിനോടൊരൽപ്പം മാറി നിൽക്കുന്നതാണ്. പക്ഷേ സ്വന്തമായിട്ട് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താനുള്ള നേതൃത്വം ഇവിടെ ഉണ്ട് എന്നൊരു സംഘടനയുടെ അടിസ്ഥാനപരമായ അവകാശം കാണിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ ഈ CPMന്റെ സ്വപ്നങ്ങൾക്കും പിണറായി വിജയന്റെ തന്ത്രങ്ങൾക്കുമൊക്കെ വഴങ്ങിപ്പോയിരിക്കുകയാണ് സമസ്ത എന്ന് കണ്ടാൽ അത് പിശകാവുകയില്ലേ? ശ്രീ പ്രശാന്ത്, താങ്കളോടാണ്. അത് തീർച്ചയായും തെറ്റാണ്. അങ്ങനെ ഒരു നിലപാട് സമസ്തക്കില്ല, സമസ്തക്ക് ഇനി ഉണ്ടാവുകയില്ല. കാരണം ഇവിടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വഖഫ് ബോർഡ് PSCക്ക് വിട്ട ഈ സമീപനത്തോട് ആദ്യമായിട്ട് അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൽ നിന്ന് അവർ ഇഞ്ചു മാറിയിട്ടില്ല. അവരെ പറയുന്നത് എന്താണ്? ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അതിലൊരു ആശയക്കുഴപ്പവും ഇല്ല. ഇപ്പൊ വാസ്തവത്തിൽ ഇവിടെ ഈ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് മറ്റു ചില സംഘടനകളാണ്. സമസ്തക്ക് ഇക്കാര്യത്തിൽ ആരോടും വിധേയത്വമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കൃത്യമായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിനോട് ഒരു മതസംഘടന കാണിക്കേണ്ട ഒരു മര്യാദ പിണറായി വിജയനായാലും വേറെ ആര് മുഖ്യമന്ത്രിയായാലും കാണിച്ചു എന്നതിലപ്പുറത്തേക്ക് ഒരു വിധേയത്വവും ഒരു പറഞ്ഞ രീതിയിലുള്ള ഒരു എഗ്രിമെന്റും എനിക്ക് തോന്നുന്നില്ല സമസ്തയും CPMും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം സമസ്തയുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയം എന്നുള്ളത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം തന്നെയാണ്. അത് സമസ്തയിലെ ഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെയാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വലിയൊരു മറ്റൊരു രീതിയിലുള്ള ഇടതുപക്ഷത്തേക്ക് തിരിയുന്നു എന്നുള്ളതൊക്കെ വലിയ ഒരു വ്യാഖ്യാനമല്ലാതെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ലീഗിന്റെ സമ്മേളനം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി യോഗം വിളിക്കുകയും സമസ്തയുമായിട്ട് ഒരു ചർച്ച ഉണ്ടാവുകയും അങ്ങനെ ഒരു മുസ്ലിം ലീഗിനെ ഒരു പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ്. കാരണം 9-ാം തീയതിയാണല്ലോ ഈ മുസ്ലിം ലീഗിന്റെ വഖഫ് സംരക്ഷണ സമ്മേളനം നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ സമസ്തയും സർക്കാരും തമ്മിൽ ചർച്ചയാവുകയും
ഒരു പരിഹാര നിർദ്ദേശമായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനം എന്നുള്ളത് അപ്രസക്തമാവുകയും ചെയ്യും. അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരു കീഴടങ്ങലിന്റെ ഒരു സ്വരമോ അങ്ങനെ ഒരു സ്വരമോ ഒന്നും സമസ്തയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, വളരെ നന്ദി ശ്രീ എം പി പ്രശാന്ത്. കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെയധികം നന്ദി. ശ്രീ ഷാഫി ചാലിയും വളരെ വിശദമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ നിലപാട്, പാർട്ടിയുടെ നിലപാട് പറഞ്ഞതിന് വളരെ നന്ദി. ശ്രീ NK അബ്ദുൽ അസീസ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതിന്. നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിലേക്ക് കൂടെ നീളുന്ന ഒരു ചർച്ചയാണ് ഇത് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സമസ്ത അപ്പാടെ മാറിയിട്ട് ഇടതുപക്ഷത്തേക്ക് പോയി നിൽക്കും എന്നൊക്കെ വിചാരിക്കുന്നത് ശ്രീ MP പ്രശാന്ത് ചർച്ച അവസാനിപ്പിച്ചതുപോലെ തീർത്തും ശരിയല്ലാത്തൊരു രാഷ്ട്രീയ നിരീക്ഷണമായിരിക്കും. പക്ഷേ ലീഗിന് മാത്രം തീരുമാനമെടുക്കാവുന്ന ഒരു സംഘമാണ്, ലീഗ് തീരുമാനിക്കുകയും അത് വഴങ്ങുകയും ചെയ്യുന്നൊരു സംഘമാണ് തങ്ങൾ എന്നത് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ അങ്ങനെ തുടരാൻ സമസ്ത വിചാരിക്കുന്നില്ല. സമസ്തയ്ക്ക് അതിശക്തമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പൊതുസമൂഹത്തോട് പറയാനുള്ള നേതൃത്വവും അത് പ്രചരിപ്പിക്കാനുള്ള അണികളുമുണ്ട് എന്ന വസ്തുതയാണ് കേരളത്തിന് മുന്നിൽ വെളിവായത്. വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരും. വളരെയധികം നന്ദി. 3 അതിഥികൾക്കും പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.